2 ദിവസം മുന്നെയാണ് CBSE പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ഒരു വൈകുന്നേരം ഒരു 6:30 സമയത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ആയിരുന്നു. സ്ഥിരമായിട്ടുള്ള അലർജിയും സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടും ഒപ്പം മൈഗ്രെയിനും ഒക്കെ ഉള്ളൊരു പേഷ്യൻ്റായിരുന്നു. ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂ കൂടെ കടന്നു പോകുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവർ മെഡിസിൻസൊക്കെ എടുത്തു, കൃത്യമായിട്ട് പറയുന്നതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് പാസ്സായി, നല്ല മാർക്കോട് കൂടി. അതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. സർ, ഗുഡ് ഈവനിങ്. ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടായിരുന്നു. സിയയുടെ 12th CBSE 12th റിസൾട്ട് വന്നു. സിയയ്ക്ക് നല്ല പെർസെൻറ്റേജിൽ അവൾക്ക് ഡിസ്റ്റിങ്ഷനിലൂടെ അവൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതിലാദ്യം ദൈവം തമ്പുരാനും കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയേണ്ടത് സാറിനോടാണ്. കാരണം കൊച്ചിനാണെങ്കിൽ ഒത്തിരി നാൾ കൊണ്ട്, ഒരു 5-6 വർഷം കൊണ്ട് കൊച്ചിനുണ്ടാകുന്ന തുമ്മൽ, ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കും, മൂക്കിൽ സ്പ്രേ എടുക്കും, അത് കഴിഞ്ഞിട്ട് കുറയുന്നില്ല. അതിൻ്റെ കൂടെ മൈഗ്രെയിനായി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇനി എന്ത് ചെയ്യും? 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിൻ്റെ ഈ പ്രശ്നം ഒന്ന് എന്ത് ചെയ്യണമെന്നുള്ള മാനസിക വിഷമത്തിലാണ് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ കൂടെയാണ് സാറിൻ്റെ ഓരോ വീഡിയോസും ഒക്കെ കാണാൻ തുടങ്ങിയതും. അങ്ങനെ ഓൺലൈനിലാണ് സാറിൻ്റെ കൺസൾട്ടേഷനൊക്കെ ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്ക് സാർ അതെല്ലാം കേട്ടിരുന്നു. അതിനുശേഷം സാർ സമാധാനപ്പെടുത്തി, ഉറപ്പായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. സാറിൻ്റെ കോൺഫിഡൻസും സാറിൻ്റെ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കും ഭയങ്കര ഒരു ആത്മവിശ്വാസവും സമാധാനവുമായിരുന്നു. അങ്ങനെ പതിയെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതിനുശേഷം എന്താ പറയണത്, കുഞ്ഞിൻ്റെ ആ ഒരു മെഡിസിനും കാര്യങ്ങളെല്ലാം സാർ അവിടെ നിന്ന് കൊറിയറൊക്കെ അയച്ചു തന്നു. മുടക്കമില്ലാണ്ട് നമ്മൾ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഒത്തിരി 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 കുഞ്ഞിന് കുറവാണ്. ഇപ്പം തുമ്മലെന്ന് പറയുന്ന ആ ഒരു സംഭവം അങ്ങനെ അവൾക്കില്ല എന്ന് തന്നെ പറയാം. പിന്നെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് അവൾ 12th ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ സ്കൂളിലെ ഈ വൈറ്റ് ബോർഡ്, ആ ഒരു വൈറ്റ് വെട്ടം കണ്ണിലടിക്കുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ കൊണ്ട് ആകെ അവശതയാണ്. കുഞ്ഞ് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തലയിൽ പില്ലോയൊക്കെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വെട്ടമടിക്കുമ്പോഴത്തേക്കും ഒക്കെ പ്രശ്നവും ആകെ ബുദ്ധിമുട്ടായിരുന്നു. സാറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പതിയെ അവൾക്ക് എല്ലാത്തിനും ഒരു കുറവ് കാണാൻ തുടങ്ങി. ഇന്ന് അതിൻ്റെ ഒക്കെ ഫലമാണ് സാറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫലം തന്നെയാണ് ഇന്ന് സിയ 12th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അവൾക്ക് ഇത്രയും വലിയൊരു ഒരു 12th റിസൾട്ട്, അവൾക്ക് നല്ലൊരു മാർക്ക് അവൾക്ക് സ്കോർ ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത് ഒക്കെ അവളുടെ പ്രശ്നങ്ങൾ, അലർജി, മറ്റെല്ലാ പ്രശ്നങ്ങളും ഒക്കെ സാറ് അതെല്ലാം ആ മരുന്നിലൂടെ ഒക്കെ അവൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. അതുകൊണ്ട് സാറിനോട് നന്ദി പറയുക. നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സന്തോഷം കൊണ്ട്. സാറെ, ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെ. ഓക്കെ സാർ, താങ്ക് യു.